സംവിധായകൻ ശ്രീ ബിജിപാൽ ഇപ്പോൾ ഓർമ്മിക്കാനായി. ശ്രീ ബിജിപാൽ, ജാനകിയമ്മ വിടവാങ്ങിയിരിക്കുന്നു. ജാനകിയമ്മയുടെ ഓരോ പാട്ടും മലയാളി ചേർത്ത് വെച്ചിട്ടുള്ള പാട്ടുകളാണ്. 48,000 പാട്ടുകൾ പാടിയിരിക്കുന്ന ഒരു ഗായിക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു കണക്ക് ജാനകിയമ്മയുടെ പേരിലുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് അറിയാൻ കഴിയുന്നത്. 48,000 പാട്ടുകൾ പാടിയ ഒരു ഗായിക 2017 സംഗീതം ലോകം പാടുന്നില്ല, ഇനി പൊതുവേദിയിൽ പാടുന്നില്ല എന്ന് തീരുമാനിച്ച് മാറി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ഓർമ്മയായിരിക്കുന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ എന്താണ് ആദ്യം മനസ്സിലേക്ക് വരുന്നത്? മനസ്സിലേക്ക് വരുന്നത് റേഡിയോയിൽ കേട്ട പാട്ടുകൾ തന്നെയാണ്. ഉറക്കിയും ഉണർത്തിയും നമ്മളുടെ അമ്മമാരിലേക്കൂടെ നമ്മൾ കേട്ടിട്ടുള്ള പാട്ടുകൾ ഇവര് പാടിയതാണ്. ശരിക്കും ഒരു പറഞ്ഞ പോലെ ഈ ഒരു ജെൻഡർ ഭേദമില്ലാതെ ഒരു ചക്രവർത്തി എന്നോ ചക്രവർത്തിനി എന്നൊക്കെ വിളിക്കാവുന്ന ഒരാളാണ്. കാരണം അവരുടെ വ്യക്തി എന്നുള്ള രീതിയിലും പാട്ടുകാരി എന്നുള്ള രീതിയിലും അവരുടെ ബുദ്ധി, നമ്മള് ഇന്റലിജൻസ് എന്ന് പറയുന്നത്, അവരുടെ സിംഗിങ്ങിലുള്ള ഒരു ഇന്റലിജൻസ് ഉണ്ട്. അത് നമ്മൾ സൂക്ഷ്മമായിട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും മറ്റു ഗായികമാരിൽ നിന്ന് അവരെങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്. നീല വെളിച്ചം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അവർ പാടിയ ബാബുക്കയുടെ, ഭാസ്കരൻ മാഷിന്റെ പാട്ടുകൾ റിപ്പീറ്റ് ചെയ്തപ്പോൾ ചിത്ര ചേച്ചിയാണ് ജാനകിയമ്മയുടെ പാട്ടുകൾ. ചിത്ര ചേച്ചി പറയുകയോ ഇത് എങ്ങനെ ഞാനിത് റീപ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറയായിരുന്നു. കാരണം അത്ര അന്നത്തെ ഒരു റെക്കോർഡിങ്ങിൽ ഒറ്റ ടേക്കിൽ അവര് കാണിച്ച മാജിക് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ചില കാര്യങ്ങൾ, ചില എററുകൾ പോലും അവർ ഉണ്ടാക്കുന്ന സൗന്ദര്യം എന്ന് പറയുന്നത് കരഞ്ഞു പോകുന്നൊരു കാര്യമാണ്. പക്ഷെ എന്താ വെച്ചാൽ പാട്ടുകൾ പാടി വെച്ചിരിക്കുകയല്ലേ, ഈ പറഞ്ഞ പോലെ 40,000 പാട്ടുകൾ പാടി നമ്മളുടെ മുന്നിൽ കിടക്കുകയല്ലേ ഒരു സമുദ്രം പോലെ. ഇപ്പൊ നമ്മള് ഒരു സങ്കടത്തെക്കാൾ കൂടുതൽ നമ്മൾ തരുന്ന ഒരു ആനന്ദമുണ്ട് ഈ ഇത്തരം കാര്യങ്ങൾ മുന്നിൽ ഇട്ടിട്ട് അവര് നമുക്ക് സമ്മാനിച്ചു എന്നുള്ള ഒരു ആനന്ദമാണ് പറഞ്ഞത്. ഒരു സംശയമില്ല. കാരണം ഈ പാട്ട് നിർത്തിയെന്ന് പറയുന്ന തീരുമാനം ഒരു പ്രായത്തിൽ ഒരു മനുഷ്യനും എടുക്കാൻ പറ്റാത്ത തീരുമാനമാണ്. അതിന്റെ ധീരതയാണ് അവരെ ഏറ്റവും. ആ ധീരത പുരസ്കാരം വേണ്ടെന്ന് വെക്കുന്നതിലും കാണിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും പുരസ്കാരം കൊണ്ടൊന്നും അവരെ അളക്കാൻ പറ്റില്ല. വേറെ ആരെ അളന്നാലും ജാനകിയമ്മയ്ക്കുള്ളൊരു ആളെ അളക്കാൻ പറ്റില്ല പുരസ്കാരം കൊണ്ടൊന്നും. അത് സംശയമില്ല. നമ്മുടെ ദുഃഖത്തിലും നമ്മുടെ സന്തോഷത്തിലും ഒക്കെ ചില പാട്ടുകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിൽ മിക്കതും ജാനകിയുടെ ഗാനങ്ങളായിരുന്നു. അതെ, ഉറപ്പായിട്ടും. കാരണം അവരുടെ പാട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ബാബുക്ക പാടുമ്പോ ബാബുക്കെ നമുക്ക് കാണാൻ പറ്റും. വാസന്ത പഞ്ചമി നാളിൽ എന്ന് പറയുന്ന പാട്ട് കേൾക്കുമ്പോ ബാബുക്ക പറഞ്ഞു കൊടുത്ത, നമ്മളിതുവരെ കണ്ടിട്ടില്ല, ഞാനൊന്നും നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ നമുക്ക് പഠിപ്പിച്ചത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് അവർ പാടുന്നത്. അങ്ങനെ ഞാൻ നേരത്തെ പറയായിരുന്നു, രാഘവ മാഷിന്റെ ഒരു പാട്ടുണ്ട്, ഭാസ്കരൻ മാഷ് തിരുവേഗപ്പുറയുള്ള ഭഗവാനം പറഞ്ഞൊരു പാട്ട്. അതിന്റെ സിംഗിങ് ശരിക്കും റിസർച്ച് മെറ്റീരിയലാണ് അവര് പാടിയിട്ടുള്ളത്. ഒരു ചന്ദ്രാഭരണ രാഗത്ത് സ്വീറ്റ് ആയിട്ട് ഒരു കർണാട്ടിക് ഇതില് പിടിച്ചുകൊണ്ട് എന്നാൽ വളരെ ലൈറ്റർ ആയിട്ടുള്ള ഒരു പാട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് സംഗീതം ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ല. അതാണ് ഇന്റലിജൻസ് ഞാൻ പറഞ്ഞത്. ബുദ്ധിമുട്ടിയായ അതിന്റെ ഒരു അഗ്രഗണ്യായിരുന്നു. പല സാറിന്റെ പാട്ടുകൾ നോക്കൂ, പാട്ട് നമ്മുടെ ഭാഷയുമല്ലല്ലോ, മലയാളിയല്ല, എന്നിട്ടും ഈ ഭാഷ, വരികൾ ഒന്നും തെറ്റുന്നില്ലല്ലോ. പ്രൊനൗൺസ് ചെയ്യുന്ന ഒരു ഗായിക ഇല്ലല്ലോ. സരിതയുടെ ഒക്കെ പാട്ടുകള് വൈദ്യ സാർ ഇല്ലായിരുന്ന സമയത്ത് അവര് വാക്കുകൾ സിങ്കോപ്പേഷൻ അവര് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ചരിത്രം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണല്ലോ. അത് എനിക്ക് പറയേണ്ട. എല്ലാവരുടെയും തൊണ്ട ഇടറുന്നുണ്ട്. വളരെ നന്ദി ശ്രീ ബിജിപാൽ.